സംഗീത സംവിധായകൻ ത്യാഗു ഇങ്ങോട്ട് വന്നിട്ട് തങ്കത്തിനോട് പറഞ്ഞ് തമിഴിലൊരു 4 വരി പാടാൻ. അവള് തമിഴിലെ കൊണ്ട് ഒരു വാലക്കലക്കി ഇട്ട് കൊടുത്ത് പുള്ളി ഞെട്ടിപ്പോയില്ലേ അവളെ പാട്ട് കേട്ടിട്ട്. അപ്പൊ തന്നെ ഫിക്സ് ചെയ്ത് അങ്ങനെയാണ്. ഇനിയിപ്പോ റെക്കോർഡിങ്ങിന് എന്തായാലും ഇനിയിപ്പോ കുറെ ദിവസം ഞാൻ ചെന്നൈയിലായിരിക്കും. ഞാൻ പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്തിട്ടുണ്ട്. പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വിക്രമത്തിന്റെ പടമാണ്, വിക്രമാണ് നായകൻ. വിക്രമത്തിന്റെ പടം? ആ, വിക്രം ഒരു പാട്ട് പാടുന്നുണ്ട് ആ സിനിമയിൽ. അത് ശരി. അല്ല സാറേ, ഒരു പാട്ട് പാടി എന്ത് കിട്ടും? എന്താ കിട്ടാൻ? കാശ്? പൈസക്കൊന്നും അല്ല. ഇതിപ്പോ നമ്മള് അവര് വിളിച്ച് നമുക്കൊരു ഓഫർ തരണല്ലേ. എന്റെ പൊന്ന് സാറേ, അബദ്ധം കാണിക്കല്ലേ. തമിഴിലൊരു പാട്ട് പാടിയാ 5 ലക്ഷം 6 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ആര് പറഞ്ഞു? ഞാൻ കഴിഞ്ഞ ആഴ്ച മാഗസിന് വായിച്ചല്ലേ. അങ്ങനെ സാർ ഒരു കാര്യം ചെയ്യുക, ഒരു 5 ലക്ഷം ചോദിക്കുക, ഒരു 2 3 കിട്ടാതിരിക്കില്ല. അത് പ്രത്യേകിച്ച് വിക്രമന്റെ പടമാണ്. അല്ലാതെ ഇവിടെ പുതിയതായിട്ടൊക്കെ ഫീൽഡിൽ വന്ന ആളല്ലേ. സൗണ്ട് കേട്ടില്ലേ അവര് വന്നത്? അത് സാറിന്റെ വൈഫിന്റെ സൗണ്ട് കേട്ടിട്ടല്ലേ ഈ ത്യാഗു സാർ വന്നത്. അപ്പൊ അവർക്ക് ആ സൗണ്ട് വേണം. ഒരു സാർക്ക് ഒരു കാര്യം അറിയും, ചെന്നൈയിട്ട് വാനമ്പാടിയായിട്ട് സാറിന്റെ ഭാര്യ പോയി. അപ്പോ ഇപ്പൊ തന്നെ ഒരു 30 ലക്ഷം പേര് കേട്ട് കഴിഞ്ഞു. 30 പോരാതുകൊണ്ട് ഞാനും കേട്ടിരുന്നു. പിന്നെ ചോദിക്കല്ലേ, ധൈര്യമായിട്ട് ചോദിച്ചു സാറ്, കാശ് കിട്ടാതിരിക്കില്ല. സാറായിട്ട് സാറിന്റെ വൈഫിന്റെ മാർക്കറ്റ് കളയും, എനിക്കത്ര പറയാം. ഈ ഷർട്ട് വേണ്ടടി. എന്തേ ഷർട്ടിന് കുഴപ്പം? അത് മറ്റതും മതിയെന്നേ. പിന്നെ നോക്ക് 4 വീട്ടിടാനൊക്കെ എടുത്തിട്ടുണ്ട്. ആര് വീട്ടില്? ചെന്നൈയില് നിനക്ക് വീടുണ്ടോ? നമ്മള് ഹോട്ടലിലാണടി. ബ്ലൗസ് എവിടെ? തുടങ്ങി ഇവളുടെ ലീവ് പറയാനായിട്ട് ഞാൻ സ്കൂളിൽ ചെന്നേ. അപ്പൊ പ്രിൻസിപ്പൾ എന്നോട് പറയാണ് ഇവള് ഒരു ദിവസം അവിടെ കൊണ്ടുപോകുന്നത് ഗസ്റ്റ് ആയിട്ട്. എന്നെയോ? എത്രയോ PTA മീറ്റിങ്ങിന് തേരാപാര അവളവിടെ പോയിരുന്ന ആർക്കും വേണ്ട. ഇപ്പം ഷൈൻ ചെയ്യാൻ നോക്ക്. അല്ലടി, ആ യുവമാരത്തൂരെ വിളിച്ചില്ലല്ലോ. അവര് വിളിച്ചല്ലോ. ആരെ? ഇപ്പൊ കുറച്ചുമ്പോ വിളിച്ചവര്. ഇതിലാ എന്നെ വിളിച്ചെന്ന്. നിന്നെ വിളിച്ചോ? അത് എന്നെ വിളിക്കാത്തവര്? എന്നെ വിളിച്ച് കിട്ടി കാണൂല. എടാ, ഇവിടുന്ന് എപ്പോ പോണ്ടി വരും? 6 മണിക്ക് ഇറങ്ങണം. 6 മണിക്ക് വണ്ടി വരുമോ? രാവിലെ 6 മണിക്ക് വണ്ടി വരും. നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ, രാവിലെ പോണം. അല്ല, ഞാനേ അവരോടൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. എന്തുവാ? അല്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ ആരെങ്കിലും വിഷമിക്കണ്ട, അതിനൊരു പ്രശ്നമില്ല. നിങ്ങൾ ചെന്ന് ഇറങ്ങുമ്പോഴേക്കും അവിടെ വണ്ടി വരും, നിങ്ങളെ പിക്ക് ചെയ്യും, നേരെ അവർ കൊണ്ടുപോകും. അത്ര തന്നെ. പിന്നെ രാവിലെ ഇനി ഇവിടെ ഭക്ഷണം വെക്കാനും രാവിലെ വെക്കാൻ എവിടെ സമയം? 6 മണിയാകുമ്പോ പോണെങ്കിൽ പിന്നെ അപ്പൊ എന്താ നാളെ അവിടെ ഇഡലി ഉണ്ടാക്കാം, വേഗം ഉണ്ടാവൂലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എല്ലാവരും കൂടി അവിടെ ഉണ്ടാക്കിയത്. അല്ല, ഇനി ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുവേട്ടാ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനില്ല കേട്ടാ, വല്ല ഇംഗ്ലീഷ് സാധനങ്ങളൊക്കെ. അങ്ങനെയൊന്നല്ല, ഇംഗ്ലീഷ് സാധനം ചെന്നൈക്കുള്ള ഫ്ലൈറ്റ്. അന്ന് എന്റെ കുഞ്ഞമ്മ പോയില്ലേ ഡൽഹിക്ക്? തുടങ്ങി തള്ളു തുടങ്ങി. എന്താ കുഞ്ഞമ്മ പോയില്ലേ? ഇവളെ അമ്മയുടെ കൂടെ നിന്ന് നല്ലോണം തള്ളാൻ പഠിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം, നീ ഇനി അധികം നേരം വർത്തമാനം പറയുകയും ചെയ്യാതെ ശരിക്കും പോയി കിടന്നുറങ്ങണം കേട്ടോ. ഉറപ്പൊഴിക്കാൻ നിൽക്കുകയും ചെയ്യണ്ട. ഫ്ലാസ്ക് ഉണ്ടോ? അതാ ഞാൻ ഓർത്തത്, ഫ്ലാസ്ക് കൊണ്ട് തരണേ. ചുടുവെള്ളം വേണമെങ്കിൽ കയ്യിൽ വെച്ചോ. ചുടുവെള്ളം തുള്ളും.